ഹലോ, ഇതൊരു വീഡിയോ എടുക്കുന്നത് ഇതൊരു ദൈവിക പൊടിയാണിത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇത് ഓരോ വീട്ടമ്മമാരും സഹോദരിമാരും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണിത്. ഈ പൊടി എപ്പോഴും എല്ലാവരും എല്ലാ വീട്ടിലും ഉപയോഗിക്കണം. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ പൊടിക്കേണ്ട രീതി പറഞ്ഞുതരാം. ഇത് വലിയ ജീരകമാണ്. ഇതിന്ന് ഒരു 2 സ്പൂൺ എടുത്ത് വയ്ക്കുക. ഇത് കറാമ്പൂണ്. ഇതും 2 സ്പൂൺ എടുത്ത് ഒന്നിച്ച് വയ്ക്കുക. ഇത് ഏലക്കായാണ്. ഇതൊന്നും 2 സ്പൂൺ എടുത്തിട്ട് ഒന്നിച്ച് വയ്ക്കുക. ഇത് മഞ്ഞളാണ്. ഇതിനെ പൊടിച്ചിട്ട് ഇതൊന്നൊരു 4 സ്പൂൺ എടുത്തിട്ട് ഇതോടെ ചേർക്കുക. ഇത് ചന്ദനപ്പൊടിയാണ്. ഇത് ഒരു 4 സ്പൂൺ എടുത്തിട്ട് ഇതും ചേർത്ത് വയ്ക്കുക. ഇത് പച്ചക്കൽപ്പൂരമാണ്. ഇതും 2 സ്പൂണും എടുത്തിട്ട് ഇതോടെ ചേർക്കുക. ഇത് വെറ്റിവേരാണ്. ഈ വെറ്റിവേരും ഇതോടെ ചേർത്ത് പൊടിക്കുക. ഇതാണ് ഇത് ജവാദാണ്. ഇതും എടുത്ത് ഇതിൽ ചേർക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ജവാദും ഈ പച്ചക്കൽപ്പൂരം മാറ്റി വയ്ക്കുക. എന്നിട്ട് വലിയ ജീരകം, കറാമ്പൂ, ഏലക്കായ്, മഞ്ഞൾപ്പൊടി, ചന്ദനപ്പൊടി, ഇത് 3, 2, 5. ഇത് വെറ്റിവേര്. ഈ 6 എണ്ണം കൂടിയിട്ട് ഇത് വെറ്റിവേര് നന്നായി തുണ്ടാക്കി കഴുകി വൃത്തിയാക്കി തുണ്ടാക്കിയിട്ട് ഇതിൽ ഉണക്കിയിട്ട് നനവോടെ പൊടിക്കാൻ പാടില്ല, പൊടിയില്ല. അപ്പോൾ ഈ 6 സാധനം കൂടെ ഒന്നിച്ച് പൊടിക്കുക. മിക്സിയിലിട്ടിട്ട് പൊടിക്കുക ഈ 6 എണ്ണം. എന്നിട്ട് ആ പൊടിച്ചത് അതിൽ തന്നെ ഇരിക്കട്ടെ. ഇതിൽ നിന്നൊരു പകുതി എടുക്കുക, ജവാദ് പകുതി എടുക്കുക, അതിൽ ഇടുക, ആ പൊടിച്ചതിലിടുക. ഈ പച്ചക്കൽപ്പൂരം അതിലിടുക. അതും കൂടി ചേർത്തിട്ട് 2, 4, 6, 8 ഉരുപ്പൊടിയായി. എല്ലാം കൂടി 8 വകയായി. ഈ 8 വകയും കൂടി നന്നായി ഒന്ന് പൊടിച്ചിട്ട് ചല്ലിലിട്ട് എടുത്താൽ ഇതുപോലത്തെ ഒരു പൊടി കിട്ടും. ഇത് ദൈവിക പൊടിയാണ്. നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നല്ല ദൈവിക മണം നമുക്ക് കിട്ടും. നമ്മൾ അമ്പലത്തിൽ പോകുന്നത് എന്തിനാണ്? നമുക്കൊരു സമാധാനം കിട്ടാനും നല്ല കാര്യങ്ങൾ വീട്ടിൽ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. ഒരു സമാധാനം, കുളിച്ച് തൊഴുകി പൊട്ടൊക്കെ വെച്ചിട്ട് പോയ ഒരു സമാധാനം കിട്ടും. അത് എല്ലാ വീട്ടമ്മമാർക്കും എല്ലാ സഹോദരിമാർക്കും, കൂടുതലും സ്ത്രീകൾക്കാണ് ഇതിന് നിൽക്കുകയുള്ളൂ. പുരുഷന്മാർ അതിൽ നിൽക്കില്ല. അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് അമ്പലത്തിൽ പോകാൻ നമ്മൾ വീട്ടുപണിയൊക്കെ ഉള്ളതുകൊണ്ട് പോകാൻ കഴിയാതെ വരും. കഴിയാത്തവരാണെങ്കിലും കഴിഞ്ഞവരാണെങ്കിലും ഈ പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് വീട് മുഴുവൻ തുടയ്ക്കാം. ഇതിന്ന് 1 സ്പൂൺ എടുത്ത് തുടയ്ക്കുന്ന ഇത് ബയോ എക്സൈമാണ്. ഇത് ഏതും കെമിക്കൽ പാടില്ല. കെമിക്കലേ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ബയോ എക്സൈം. ഇത് ഒരു 20 മില്ലി എടുക്കുക. ഇതൊന്ന് 1 സ്പൂൺ എടുത്തിട്ട് നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് മുഴുവനും എല്ലാവിടെയും തുടയ്ക്കുക. തുടച്ച വീട് നല്ലൊരു ദൈവിക മണം ഉണ്ടാവും. ലക്ഷ്മി ദേവി നമ്മളുടെ ഈ സ്മെല്ല് കേട്ടിട്ട് നമ്മുടെ വീട്ടിലേക്ക് തേടി വരും. വീട്ടിൽ കലഹങ്ങളോ വലിയ വലിയ ആസ്പത്രി ചിലവുകളോ അപകടങ്ങളോ ഒന്നും ഉണ്ടാകില്ല. അത് ലക്ഷ്മി ദേവി നമ്മളെ എപ്പോഴും നമ്മൾ ദേവിനെ അനുഗ്രഹിക്കുമ്പോൾ നമ്മളെയും ദേവി അനുഗ്രഹിക്കും. അതുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കാം. ഇതൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ഇതുപോലെയാണ് പൊടി കിട്ടുക. നിങ്ങൾക്ക് കാണണ്ടായിരിക്കും ഈ പൊടിയാണ് പറയുന്നത്. ഇത് 8 സാധനം ഉപയോഗിച്ച് പൊടിക്കുമ്പോൾ ഇങ്ങനെ പൊടി കിട്ടും. ഇത് നല്ലൊരു എന്ന് വെച്ചാൽ സെൻറ്റോ അങ്ങനെയുള്ള മണമല്ല, അത്തറിൻ്റെയോ സെൻറ്റിൻ്റെയോ മണമല്ല, ദൈവിക മണമാണ് ഇത് ഉണ്ടാകുക. ദൈവത്തിന് ഇഷ്ടപ്പെട്ട മണമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ബിരിയാണി എവിടെയെങ്കിലും ഒരു സ്മെല്ല് കേട്ടാൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല ബിരിയാണി കഴിക്കണം എന്ന പോലെ ഈ മണം കേൾക്കുമ്പോൾ ദൈവം ഏത് അമ്പലത്തിലിരിക്കുന്ന ദൈവമായാലും ലക്ഷ്മി ദേവി നമ്മളെ ഒന്ന് ശ്രദ്ധിക്കും. നമ്മുടെ വീട് തേടി വരും. വീട്ടിൽ എപ്പോഴും നമ്മളെ നല്ല ശ്രദ്ധയോടെ ഇരിക്കും. നമുക്ക് എവിടെയും പോയാൽ നമ്മൾ ചെയ്യുന്ന തൊഴിലും വർക്കത്ത് കിട്ടും, നല്ല പുരോഗമനം കിട്ടും. നമുക്ക് വീട്ടിൽ കലവും ഉണ്ടാകില്ല, യാതൊരു അസുഖങ്ങളുണ്ടാകില്ല, നല്ലൊരു വരുമാനം കിട്ടും, ശാന്തി സമാധാനം കിട്ടും. അതുകൊണ്ട് എൻ്റെ അമ്മമാരും സഹോദരിമാരും ഇത്
നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയാൽ തുടയ്ക്കുക വൃത്തിയൊക്കെ ചെയ്യുക. അതുപോലെ പൂജമുറി ഉണ്ടെങ്കിൽ ഇതിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് അര സ്പൂൺ എടുത്തിട്ട് മറ്റേ പനീർ ഉണ്ടെങ്കിൽ പനീറിൽ ലേശം ഇങ്ങനെ കുഴമ്പാക്കിയിട്ട് നമ്മുടെ ദൈവത്തിൻ്റെ ഫോട്ടോത്തിലൊക്കെ പൊട്ട് വയ്ക്കാം. എന്നിട്ട് അതിൽ ഇത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അവിടെ തുടച്ചാൽ നല്ല ദൈവിക മണം അവിടെ ഉണ്ടാവും. ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു മണമാണ്. ഇത് എല്ലാവരും ചെയ്യുക. അത് നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ഇട്ടതാണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇത് എല്ലാം കൂടി ഒരു 100 ഗ്രാം പൊടിയും ഇതൊരു ബോട്ടിലും കൂടി അയച്ചു തരും. ഇത് രണ്ടും കൂടി ഇതിന് 100 റുപ്യ, ഇതിന് പൊടിക്ക് 100 ഗ്രാമിന് 100 റുപ്യ, അതിന് 200 റുപ്യ വരും. ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണെങ്കിൽ ഞാൻ നേരിട്ട് കൊണ്ട് തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ വേണ്ടിയിട്ട് അത് കാണിക്കണത്. അത് പറ്റാത്തവർക്ക് ഞാൻ ഉണ്ടാക്കി അയച്ചു തരുന്നതായിരിക്കും എന്ന് ഇത്രമാത്രം.